വളരെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. വൈറ്റമിൻ ഡി ആൻഡ് സൺലൈറ്റ്. വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ? നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് UVB റേസിനെ കുറിച്ചാണ്, അതായത് അൾട്രാ വയലറ്റ് ബി റേസ്. സ്കിന്നിലേക്ക് ഇത് വരുമ്പോൾ സ്കിൻ ഗെറ്റ് ആക്ടിവേറ്റഡ് ആൻഡ് 7 ഡീഹൈഡ്രോകൊളസ്ട്രോൾ ഇറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു കാൽസിഡിയോൾ. ഇതിന്റെ പ്രോപ്പർ മെക്കാനിസം ഞാൻ താഴെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ടൈം എപ്പോഴാണ് അറിയണമെങ്കിൽ നമുക്ക് UVB റേസിന്റെ ഇൻഡെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഐ ഇൻഡെക്സ്. ഈ ഇൻഡെക്സ് പ്രകാരം UVB ഐ 3 to 5 മോഡറേറ്റ് ആണ് സേഫ്. അമിതമായ എക്സ്പോഷർ ഈ ഡിസീസസിന് കാരണമാവും. ഇത് നിങ്ങൾ ടെമ്പറേച്ചർ, അതായത് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈവൻ ഹൈ ടെമ്പറേച്ചർ ഉള്ള സമയത്തും UVB ഐ ഡിഫറെൻ്റ് ആയിരിക്കാം. ദിസ് വാരീസ് അക്കോർഡിംഗ് ടു ദ റീജിയൻ യു ലിവ്, ദ വെദർ ആൻഡ് സം അതർ ഫാക്ടേഴ്സ്. ഇറ്റ് ഡസൻ ഡിപ്പെൻഡ് ഓൺ ദ ടൈം. UVB ഐ എത്രയാണെന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റും? സിമ്പിൾ, ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. നിങ്ങൾക്ക് ഈ വേ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. And if it is 3 to 5, you can go and get your sun exposure. 15 to 30 minutes say pattu. You can take a frequency of 3 to 5 times per week. 20 to 30% of ningalde skin should be exposed for better absorption of vitamin D and to prevent harmful effects of UVB. നിങ്ങൾ ഇതൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഈ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. 2 to 3 months you have to try this. എന്നിട്ട് പിന്നെയും നിങ്ങൾ പോയി ചെക്ക് ചെയ്യണം. എനി ഡിഫറൻസ് ഇൻ ദ റേഞ്ച് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അതർവൈസ് you can do another natural methods. If vitamin D is very highly deficient, ഈ natural methods will take time. മസിൽസും ബോൺസും ഒക്കെ ഇവഞ്ച്വലി വീക്കായി കൊണ്ടിരിക്കുകയാണ്. ആ കേസസിൽ സപ്ലിമെന്റ്സ് എടുക്കുന്നതാവും നല്ലത്. അല്ലാത്ത കേസിൽ യു ക്യാൻ ടേക്ക് കെയർ ത്രൂ ഡയറ്റ് ഓൾസോ. Revive your health, revive your future with Dr. Rishna Akbar. Take care.